My dear students, welcome back to another session of your MPS 003 MA Political Science IGNOU സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. യൂണിറ്റ് 4 ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം എന്ന ഭാഗത്ത് നിന്നും പഠിക്കേണ്ടതായ ഒരു പാർട്ടാണ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു സെഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലെടുത്ത്. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അത് പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ഇൻ 1967 to 1990. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ 1991 ഓൺവേർഡ്സ് തൊട്ടുള്ള പാർട്ടാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ 91 ഓൺവേർഡ്സ്, ദാറ്റ് ഈസ് ദ ടോപ്പിക് വി ഹാവ് ടു ലേൺ ടുഡേ. പോസ്റ്റ് 1991 ശേഷമുള്ള കാലയളവ് ഇന്ത്യ വിറ്റ്നസ് ചെയ്യുന്ന പീരീഡ്. അബ്സെൻസ് ഓഫ് കോൺസെൻസസ് റിഗാർഡിംഗ് ഇറ്റ്സ് സ്ട്രാറ്റജി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ദ ഇവോൾവിംഗ് നേച്ചർ ഓഫ് ഇറ്റ്സ് ഡെമോക്രസി. അപ്പോൾ ഈ 91 തുടർന്നുള്ള കാലയളവ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധം, ഒരു പൊതുധാര, ഒരു പൊതുചിന്താധാര എങ്ങനെയായിരിക്കണം വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കേണ്ടത്, വികസനത്തിന് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ട ഒരു സ്ട്രാറ്റജി അത് എങ്ങനെയായിരിക്കണം, അതുകൊണ്ട് തന്നെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വഭാവ രീതി എന്തായിരിക്കണം, ഇതെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാലയളവായിരുന്നു 91 തുടർന്നുള്ള കാലയളവ്. ദ ലോങ് ടേം വിഷൻ ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് നെഹ്റു has been replaced by short-term strategies as the adoption of new economic policies of liberalization and the emergent politics of empowerment seems to be moving the economy and the polity in the opposite directions. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് രൂപീകൃതമായ ഇൻഡിപെൻഡൻസിന് ശേഷം ജവഹർലാൽ നെഹ്റു വിഭാവന ചെയ്തിരുന്ന ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അതൊരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് എന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ 91 ശേഷം അതങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ഷോർട്ട് ടേം സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുകയും ഒരു പുതിയ എക്കണോമിക് പോളിസീസ്, ദാറ്റ് ഈസ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ദി എമർജൻസ് ഓഫ് പൊളിറ്റിക്സ് ഓഫ് എംപവർമെൻറ്റ്, ഈ ഒരു പോളിസിയാണ് എക്കോണമിയിൽ കൂടുതൽ പ്രചാരത നേടി വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Then what is of most significance is the unwillingness of the Indian state to mediate in order to the effect the conflict resolution. അപ്പോൾ ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്ന ആ ഒരു ആശയത്തിൽ നിന്നും ഒരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവ് എന്ന ചിന്താധാരയിലേക്ക് മാറി വരുന്നു. എംപവർമെൻറ്റ്, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ന്യൂ എക്കണോമിക് പോളിസീസ്, ഇവയെല്ലാം ആണ് ആ ഒരു കാലയളവ് സാക്ഷ്യം വഹിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. At this juncture, it would be pertinent to address to the cause of a radical shift from the development planning model to the model of economic liberalization just after a minor economic crisis, when despite decades of poverty, the mixed economy model continued unabated. And then how came a minority government of Narasimha Rao could take such a far-reaching policy change when the predecessor government with the overwhelming majority like the Congress regime under Rajiv Gandhi were unable to do so despite apparent willingness. അപ്പോൾ ഈ ഒരു പീരീഡിൽ 91 ശേഷം അവിടെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് സമൂലപരമായ ഒരു പരിവർത്തനവും അതുപോലെ തന്നെ നിലവിലുള്ള സിസ്റ്റത്തിൽ നിന്നും നിലവിലുള്ള പ്രവർത്തന ശൈലിയിൽ നിന്നും ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിലൊരു ഷിഫ്റ്റും, മോഡൽ ഓഫ് ലിബറലൈസേഷൻ എന്നതാണ് ആ ഷിഫ്റ്റ്. അപ്പോൾ ആ മോഡൽ ഓഫ് ലിബറലൈസേഷൻ എന്നുള്ളത് അതൊരു തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതിയിലുള്ള സാമ്പത്തിക രീതിശാസ്ത്രം എന്ന് തന്നെ പറയാം. കാരണം എന്തെന്നാൽ ആ പീരീഡിൽ എക്കോണമി ഫേസ് ചെയ്തു പോന്നിരുന്ന ഒട്ടനേകം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഡിക്കേഡ്സ് ഓഫ് പോവർട്ടി, നാളുകളോളം ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ അമർന്നിരുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഫോളോ ചെയ്തത് മിക്സഡ് എക്കോണമി മോഡലാണ്. ഇതിനൊന്നും ഒരു തരത്തിലും ആർക്കും തർക്കവിഷയമില്ല. അപ്പോൾ ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പ്ലാനിങ് ആവശ്യമാണ്. പക്ഷേ അതിലേക്ക് ഒരു ഷിഫ്റ്റ് വരുത്തുകയാണ്. നിലവിലുള്ള ആ ഒരു എക്കണോമിക് പോളിസി, ആ സിസ്റ്റത്തിൻ്റെ പ്രവർത്തന രീതി, ഇതിലൊക്കെ പൊതുവേ ഒരു മാറ്റം വരുത്തുന്ന കാലയളവായിരുന്നു 91 ശേഷം.
അപ്പോൾ പോവർട്ടി ഇല്ല അലിവിയേഷൻ, മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യുന്നത്, അതിനൊന്നും ആർക്കും ഒരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസ് ഭരണത്തിന് ശേഷം, രാജീവ് ഗാന്ധിയുടെ ഭരണത്തിന് ശേഷം നിലവിൽ വന്ന നരസിംഹറാവു ഗവൺമെൻറ്, ഈ നരസിംഹറാവു ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഫാർ റീച്ചിങ് പോളിസി ചേഞ്ചസ്, അപ്പോൾ ആ പോളിസി ചേഞ്ചസ് എല്ലാം തന്നെ അതിന് മുമ്പേ നിലനിന്നിരുന്ന സർക്കാർ, കോൺഗ്രസ് സർക്കാർ, അവർ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പോലും നടപ്പിലാക്കാൻ കഴിയാതിരുന്ന, അവർ പോലും സമ്മതിക്കാതിരുന്ന കുറേയധികം കാര്യങ്ങൾ ഈ മൈനോറിറ്റി ഗവൺമെൻറ് അത് മുന്നിട്ട് എടുക്കുകയാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയോ രാഷ്ട്രീയ തലത്തിലുള്ള ഇഷ്ടക്കേടും അനിഷ്ടവും എല്ലാം അവിടെ പ്രകടമാണ് താനും. അപ്പോൾ എടുക്കുന്ന പോളിസി എന്താണ്? മോഡൽ ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ എന്ന പോളിസി. The possible answer can be in the form of immediate economic compulsion of crisis management. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനേകം പശ്ചാത്തലത്തിൽ, അതായത് സാമ്പത്തിക വിഷമതകളുടെ പശ്ചാത്തലമുണ്ട്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റേതായ ഒരു അന്തരീക്ഷം സാമൂഹിക തലത്തിലുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഏത് രീതിശാസ്ത്രമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അതിന് ഏത് ഫോം ഓഫ് ക്രൈസിസ് മാനേജ്മെൻറ്റ് പോളിസിയാണ് അതിന് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അതിന് ഒരു ആൻസറാണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് പൊളിറ്റിക്കൽ സം കൈൻഡ് ഓഫ് മെഷേഴ്സ് ലൈക്ക് ലിബറലൈസേഷൻ എന്നുള്ള തരത്തിലായിരുന്നു അതിനൊരു ആൻസർ കണ്ടെത്താനായിട്ട് ആ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ആലോചന. So the possible answer that can be in the form of immediate economic compulsion of crisis management. The political economists like Jayati Ghosh, Pranab Bardhan, Amit Baduri and Deepak Nair, they have referred to a combination of the national and international factors that explain that the shift was crisis driven and not a strategy driven change in the economic policies. അപ്പോൾ ഈ നരസിംഹറാവു ഗവൺമെൻറ് വന്നപ്പോഴേക്കും നിലവിലുള്ള സാഹചര്യത്തെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ഒരു ഷിഫ്റ്റാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അവർ കൊണ്ടുവന്ന ആ ഷിഫ്റ്റിനെ സംബന്ധിച്ചുള്ള പരാമർശം ഈ ആരാണ്? ജയതി ഘോഷ്, പ്രണബ് ബർദൻ, അമിത് ബാദുരി, ദീപക് നയ്യർ, ഇവരെല്ലാം അതിനെ പരാമർശിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് കോമ്പിനേഷൻ ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ ഷിഫ്റ്റ്. അവിടെ ഉണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് ഡ്രിവൺ ആണ്, ആൻഡ് നോട്ട് എ സ്ട്രാറ്റജി ഡ്രിവൺ. ഒരു ക്രൈസിസ് ഡ്രിവൺ പോളിസിയാണ്, മറിച്ചൊരു സ്ട്രാറ്റജി ഡ്രിവൺ പോളിസി ആയിരുന്നില്ല എന്നതാണ് ഇതിനെ സംബന്ധിച്ച് അവർ അഭിപ്രായപ്പെട്ടത്. These factors included the collapse of erstwhile Soviet Union and the communist regimes in the East European countries that were the biggest trading partners of India. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് നമ്മളുടെ ഈസ്റ്റേൺ കൺട്രീസിലെ സോവിയറ്റ് യൂണിയൻ അവിടെയെല്ലാം ഇവരത് ഫോളോ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഈസ്റ്റേൺ കൺട്രീസിന് അവരുടെ ഭരണത്തിൽ ബിഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സായിട്ട് ഇന്ത്യ കൂടിയപ്പോഴേക്കും അവർക്ക് എന്താ പറയുക, അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാകാനിടയായി എന്നുള്ളതാണ്. ദ എക്സ്റ്റേണൽ ഡെറ്റ് ക്രൈസിസ് റിസൾട്ടഡ് ആസ് ദ ഷോർട്ട് ടൈം ലോൺസ് ടേക്കൺ ബൈ രാജീവ് ഗാന്ധി അഡ്മിനിസ്ട്രേഷൻ കുഡ് നോട്ട് ബി റിട്ടേൺഡ് ഡ്യൂ ടു ദ ഫെയിലർ ഓഫ് ദ ക്യാപിറ്റൽ ഗുഡ് സെക്ടർ ടു എക്സ്പോർട്ട്. അപ്പോൾ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് അവർ പൊതുകടം എന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്നും എടുത്തിരുന്ന ഷോർട്ട് ടൈം ലോൺസ് അതൊന്നും തന്നെ തിരിച്ചടച്ചിരുന്നില്ല. അപ്പോൾ തിരിച്ചടക്കാതെ വന്നത് എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ഫെയിലർ ഓഫ് ക്യാപിറ്റൽ ഗുഡ് സെക്ടർ. ക്യാപിറ്റൽ ഗുഡ് സെക്ടർ അഥവാ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും തന്നെ ശരിയായ രീതിയിൽ ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ ലോൺസ് ഒന്നും തന്നെ തിരിച്ചടക്കാൻ സാധിച്ചില്ല. ദ റെമിറ്റൻസസ് ഫ്രം മൈഗ്രൻസ് ഇൻ ദ ഗൾഫ് ടാപ്പേഡ് ഓഫ് ഈവൻ ആസ് ദ ഓയിൽ പ്രൈസസ് ഇൻക്രീസ്ഡ് ഇൻ ദി ആഫ്റ്റർമാത്ത് ഓഫ് ഗൾഫ് വാർ. There was a flight of capital from the exchange market by the NRIs as they lost confidence in the social and political viability of the Indian state in the aftermath of the Mandal and Mandir controversy. Rise in the consumerism indulged by the rise in the middle class, increased defense imports, inadequate resource mobilization, competitive politics of populism were some of the immediate factors. And then the direct taxes were progressively reduced under the liberalizing policies of Rajiv Gandhi regime, while indirect taxes could not be raised.
അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് തലത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ, അവർ ലോൺ എടുത്തത് തിരിച്ചടക്കാൻ പറ്റാതെ വന്ന സാഹചര്യം, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്രവർത്തനക്ഷമതയില്ലായ്മ, മൈഗ്രൻസ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഗൾഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവർ തിരിച്ചടക്കേണ്ടതായിട്ടുള്ള തിരിച്ചടക്കേണ്ടതായിട്ടുള്ള എക്കണോമിക് ലയബിലിറ്റീസ്, അത് ഓയിൽ പ്രൈസസിലെല്ലാം തന്നെ വളരെയധികം ഇൻക്രീസ് ചെയ്തപ്പോഴേക്കും ഗൾഫ് വാറിനെ തുടർന്ന് ആ മൈഗ്രൻസിനെ അത് വളരെ മോശമായി ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഫ്ലൈറ്റ് ദർ വാസ് എ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദ എക്സ്ചേഞ്ച് മാർക്കറ്റ് ബൈ ദി NRIസിനാൽ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ വയബിലിറ്റി ഈ NRIസിൻ്റെ ഇടയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് ഒരു സുരക്ഷിതത്വക്കുറവ് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവിടെ മണ്ഡൽ ആൻഡ് മന്ദിർ കോൺട്രവേഴ്സി എന്നുള്ള തരത്തിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, അതിനെ തുടർന്നും ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡിഫൻസ് ഇമ്പോർട്ടിൻ്റെ വർധനവ്, മിഡിൽ ക്ലാസ് ഇൻഡൾജ് ചെയ്തിരുന്ന കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ ഉപയോഗത്തിൻ്റെ വർധനവും, റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഇനാഡിക്വസി, കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്സ് ഓഫ് പോപ്പുലിസം, ഇതെല്ലാം തന്നെ ചില ഘടകങ്ങളായിട്ട് പറയപ്പെടുന്നു എന്നുള്ളതാണ്. ടാക്സ് പ്രോഗ്രസീവ്ലി റിഡ്യൂസ് ചെയ്തത്, അതുപോലെ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ലിബറലൈസിങ് പോളിസീസ് ഓഫ് റെജീംസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് ഒന്നും തന്നെ റൈസ് ചെയ്യാതെ ഡയറക്റ്റ് ടാക്സസ് റൈസ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമെല്ലാമാണ് അവർ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ദ ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ദ കണ്ടീഷണാലിറ്റീസ് ഇമ്പോസ്ഡ് ഫ്രം എബോവ് ബൈ ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IMF ആൻഡ് ദ വേൾഡ് ബാങ്ക്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ എന്താണ്, ചില വ്യവസ്ഥകൾ രാജ്യങ്ങളുടെ മേലെ വേൾഡ് ബാങ്ക്, IMF പോലുള്ള സ്ഥാപനങ്ങൾ ഇമ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലാറ്റിൻ അമേരിക്കൻ ആൻഡ് സബ് സഹാറിയൻ ആഫ്രിക്കൻസ് എക്സാമ്പിൾസ് along with the success stories of the South Asian countries were also put forward under the influence of the rise of neoliberalism as the വയബിൾ മോഡ് ഓഫ് ദ ഗുഡ് ഗവേണൻസ്. അപ്പോൾ ഗുഡ് ഗവേണൻസ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ലത് നിയോ ലിബറലിസം പോളിസി പിന്തുടരുന്നതാണ് എന്നൊരാശയം പലരും പ്രചരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, അംഗരാജ്യങ്ങളുടെ മേൽ IMF ആൻഡ് വേൾഡ് ബാങ്ക് ഇവരുടെ അംഗത്വം എടുക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിൻ്റെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ചില വ്യവസ്ഥകൾ. അപ്പോൾ ആ വ്യവസ്ഥകൾ ഇവർ സമ്മതിക്കണം, അതത് ഫോളോ ചെയ്യണം. അതിന് ഇവർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിയോ ലിബറലിസം പോളിസി അതിവർ ഗുഡ് ഗവേണൻസിന് ഫോളോ ചെയ്യണം എന്നതായിരുന്നു. So it was argued that economic growth and economic efficiency could be achieved with the reduction in the role of the state. Fiscal discipline, access to foreign capital and foreign technology were other factors that led to the shift from the state-led capitalism to market-driven capitalism. അപ്പോൾ ഇവിടെ നിലവിലുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തെന്നാൽ സാമ്പത്തികമായിട്ട് അംഗരാജ്യങ്ങൾക്കുള്ള സഹായം അത് IMF ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ IMFും വേൾഡ് ബാങ്കും ഏർപ്പെടുത്തിയ ചില വ്യവസ്ഥകൾ, അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നത്, അതേപോലെ തന്നെ വിദേശ മൂലധനം ഇവരുടെ രാജ്യങ്ങളുടെ കൈകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് കൈക്കലാക്കലും ഫോറിൻ ടെക്നോളജി കൈക്കലാക്കലും ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങളെല്ലാം ഈ IMF വേൾഡ് ബാങ്കിൻ്റെ സഹായത്താൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നാം നോക്കുമ്പോഴേക്കും എക്കണോമിക് റിഫോംസ് ഇവിടെ എന്തായിരിക്കും, ഈ തരത്തിലുള്ള ചില സാമ്പത്തികവും സാമൂഹികവുമായ പശ്ചാത്തലം രാഷ്ട്രീയ തലത്തിലും നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്കണോമിക് റിഫോംസ് എന്ന രീതിയിൽ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമീപഭാവി എങ്ങനെയായിരിക്കാം, എന്തായിരിക്കും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, ഡെമോക്രസിയും ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, ഇതെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിൽ കാലയളവിൽ ചർച്ചയ്ക്ക് വിധേയമായി എന്നുള്ളതാണ്. ഡു വി ഹാവ് എ ഫ്യൂച്ചർ ഓഫ് ദി എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ? What are its implications for the democracy and development in India? It is very clear that the political instability in the present coalition era with the frequent elections explains the prevalence of the short-term interest-driven politics. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ആ ഒരു പീരീഡിലെ ഡെമോക്രസി എന്ന് പറയുമ്പോഴേക്കും അതിനൊരു സുസ്ഥിരതയില്ലാത്ത രീതിയിൽ, അതായത് പൊളിറ്റിക്കൽ ലെവലിൽ വളരെ ഷോർട്ട് ടൈം മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ആ ഒരു എക്സിസ്റ്റൻസ് കാണുന്നുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി
പ്രസൻറ്റ് കോയലീഷനിലെ പലരും പല പാർട്ടിയായിട്ട് സഖ്യം കൂടിയാലും അതൊന്നും തന്നെ വിജയിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. മാത്രമല്ല നിരന്തരമായ ഇലക്ഷൻസ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം എന്താ വിശദമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് എക്സ്പ്ലെയിൻ ദ പ്രിവലൻസ് ഓഫ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് ഡ്രിവൺ പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സിൽ തന്നെ എന്താ പറയുക, ഷോർട്ട് ടേം ഡ്രിവൺ ഇൻട്രസ്റ്റ് ആണ് പ്രകടമായിരുന്നത് എന്നതാണ്. Then instead of taking hard measures to stabilize the economy and risking the adverse electoral verdict winning popular support in the elections, the continuation of populist measures have become the dominant factors in the policy making, especially at the state level, as the chief minister has an average of less than 3 years of tenure. അപ്പോൾ അധികാരത്തിൽ കയറുന്നവർ തന്നെ അധികാര പീരീഡ് പൂർത്തീകരിക്കാതെ താഴെ ഇറങ്ങുന്ന അവസ്ഥ. അത് കോയലിഷൻ ശരിയായില്ല എന്നുള്ളതാണ്. അതായത് കൂട്ടുകൂടുന്ന സഖ്യകക്ഷികൾ അവർക്ക് കാലാവധി തീരുന്നവരെ പൂർണ്ണ പിന്തുണ കൊടുക്കില്ല. ഇടയ്ക്ക് ഈ സഖ്യം കൊടുക്കുന്നവർ അവർ പറയുന്നത് പോലെ കാര്യങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ അവരുടെ പിന്തുണ പിൻവലിക്കും. അങ്ങനെ പിൻവലിച്ചാലോ ഇവർക്ക് ഭരണത്തിൽ തുടരാനാവില്ല. അപ്പോൾ അവരുടെ ടെന്യുവർ കാലാവധി പൂർത്തീകരിക്കാനാവാത്ത രീതിയിലേക്ക് മാറും. Thus the long term perspective of the earlier phase is absent. In terms of the democratic politics also the consensus is gone. അപ്പോൾ എന്താ പറ്റണേ, ഈ 5 year പ്ലാൻ എന്ന രീതിയിൽ അല്ലെ 5 year എന്ന ഗവേണൻസിനെ അതിൻ്റെ കാലാവധി ആയുസ് ചുരുങ്ങുന്നു എന്ന തരത്തിലേക്ക് മാറുന്നു. അപ്പോൾ ആയുസ് പൂർത്തീകരിക്കാനാവാതെ കാലാവധി പൂർത്തീകരിക്കാനാവാതെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്നുള്ളത് അത് മിക്കവാറും തന്നെ ആബ്സെൻ്റായി മാറുന്ന ഒരു കാഴ്ച. So in terms of the democratic politics also the consensus is gone. Corrupt, inefficient state level nepotism that continue unabated. അപ്പോൾ ഈ ഒരു ഭരണ സംവിധാനത്തിലൊക്കെ കണ്ടുപോന്നിരുന്ന മാതൃകകൾ എന്താണ്? പാട്രണേജ്, കറപ്ഷൻ, നെപ്പോട്ടിസം. അതായത് കൂട്ടത്തിലുള്ളവർക്ക് തങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുക, നെപ്പോട്ടിസം അവരെ പരിപാലിക്കുക, പാട്രണേജ്, അതുപോലെ അഴിമതി, ഇതിനെല്ലാം. സോ ദ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെദർ ഫോറിൻ ഓർ ഡൊമസ്റ്റിക് റിമെയിൻ സസ്പെക്റ്റ് ആസ് മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇൻ ദ കൺസ്യൂമർ സെക്ടർ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പണം മുടക്കുന്നത്, മൂലധനത്തിൻ്റെ നിക്ഷേപം, ആ മൂലധന നിക്ഷേപം ഏത് മേഖലയിൽ, അത് വിദേശവുമായി അതായത് പ്രധാനമായിട്ടും അത് ആഭ്യന്തര മേഖലയിലാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ വരുമ്പോൾ പ്രാഥമിക മേഖലയിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ ഏത് സെക്ടറിലാണെന്നുള്ളത് തന്നെ അത് കൺസ്യൂമർ സെക്ടർ ഓറിയൻറ്റഡ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അപ്പോൾ പ്രൈമറി സെക്ടർ ഓർ സെക്കൻഡറി സെക്ടർ, നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യാനിടയായി എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് പ്രഭാത് പട്നായിക് ആർഗ്യൂഡ്. അപ്പോൾ അവിടെ നടന്നു പോന്നിരുന്ന ആ ഒരു പീരീഡിൽ നടന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് പ്രഭാത് പട്നായിക് പറയുന്നത് എന്തെന്നാൽ ഈസ് ഇൻ ദി ഫോം ഓഫ് ഹോട്ട് മണി സീക്കിംഗ് ക്വിക്ക് റിട്ടേൺസ്. അവയെല്ലാം തന്നെ കൂടുതൽ റിട്ടേൺസ് നൽകുന്നതിന് വേണ്ടിയുള്ള ഹോട്ട് മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ദ റിച്ച് സ്റ്റേറ്റ് പൂവർ സ്റ്റേറ്റ് സിൻഡ്രോം. റിച്ച് സ്റ്റേറ്റ് എന്നും പൂവർ സ്റ്റേറ്റ് എന്നും കാണിക്കുന്ന ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഓരോ രാജ്യത്തിനുള്ളിലും അല്ലെ ഓരോ സംസ്ഥാനത്തിനുള്ളിലും നടത്തുന്ന സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള ചലഞ്ചസ് ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രസി ഫേസ് ചെയ്യേണ്ടി വന്നു. റിച്ച് സ്റ്റേറ്റ് എന്ന രീതിയിൽ അവരുടേതായ ഡെവലപ്ഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അത് കൂടുതലായിട്ട് റിച്ച് സ്റ്റേറ്റിലുണ്ട്. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന രീതിയിൽ ഇവയൊന്നും തന്നെ വേണ്ടത്ര രീതിയിൽ ഉണ്ടായിരുന്നില്ല. പൂവർ സ്റ്റേറ്റ് എന്ന രീതിയിൽ അവരെപ്പോഴും കൊളോണിയലിസം, നാഷണലിസം എന്ന ആ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായിട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ പൂവർ സ്റ്റേറ്റിൽ റീജിയണൽ ഇംബാലൻസ് അവിടെ ഇതെല്ലാം ഇൻക്രീസ് ചെയ്തു. റീജിയണലായിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിലുണ്ടായ ഒരു അസ്ഥിരതയാണ് അവിടെയെല്ലാം വർദ്ധിച്ചു വന്നത്. സോ ഇനിഷ്യലി ഇറ്റ് വാസ് ദ എത്നിക് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എത്നിക് കൾച്ചറൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് മറ്റൊരു പ്രോബ്ലംസ്. അപ്പോൾ ഈ ഗ്രേറ്റർ ഡെവലപ്മെൻറ്റും ഡെമോക്രറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രോബ്ലമാറ്റിക്കായിട്ട് നിലകൊള്ളുന്ന ഒരു രീതിശാസ്ത്രമൊന്നും ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടേതായ എത്നിക് വംശീയ അധിക്ഷേപത്തിന് വിധേയമാകുന്നത്, കൾച്ചറൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പ്രക്ഷോഭം നടത്തുന്നത്, തങ്ങളുടെ സ്റ്റേറ്റ് തങ്ങൾക്കുണ്ടാവണമെന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡ് ഡിമാൻഡ് ഇവയെല്ലാം
എന്തിലേക്ക് നയിച്ചു? മൂവ്മെൻറ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ലൈക്ക് ഉത്തരാഞ്ചൽ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, അതുപോലെ ജാർഖണ്ഡ്, ഇവയെല്ലാം. So the dialect communities are also joining the chorus as in the case of the demand for Bundelkhand and Rukhelkhand in UP. അപ്പോൾ യു പിയിലുള്ള 2 പ്രദേശങ്ങളാണ് ബുണ്ടേൽഖണ്ഡും റൂഖേൽഖണ്ഡും. ഇവരെല്ലാം എന്ത് ഡിമാൻഡ് ചെയ്തു? ഈ ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ ജാർഖണ്ഡ് ഡയലക്റ്റ് കമ്മ്യൂണിറ്റീസ് എന്ന രീതിയിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരും അവരും ആവശ്യപ്പെടാൻ തുടങ്ങി, ഞങ്ങൾക്കും കിട്ടണം, ഞങ്ങൾക്കും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന രീതിയിലുള്ള ആവശ്യവും ഉന്നയിച്ചു മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ഇവിടെയൊക്കെ പ്രാദേശിക വികസനം നടപ്പിലാക്കുക, സാമ്പത്തിക വികസനം നടപ്പിലാക്കുക എന്നത് അത് ജനാധിപത്യ രീതിയിൽ അതിൻ്റേതായ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യവും ജനാധിപത്യത്തിന് പ്രാധാന്യവും കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ സാങ്കേതികവും മറ്റു തരത്തിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. The withdrawal of the state from the social sector has been hitting the poor people as the whole notion of welfareism has come under question. അപ്പോൾ വെൽഫെയർ എന്നുള്ള ആശയം, whole notion of welfareism. അപ്പോൾ വെൽഫെയറിസം എന്നുള്ള ആശയം എന്ന് പറഞ്ഞാലോ ക്ഷേമാധിഷ്ഠിതമായ പ്രവർത്തനം സാമൂഹ്യ മേഖലകളിൽ ഉണ്ടാകണം, സാമ്പത്തികമായും സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമ്പത്തിക വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന രീതിയിൽ സ്റ്റേറ്റിന് എംപ്ലോയ്മെൻറ്റ് സെക്ടർ എന്ന രീതിയിൽ പ്രൈമറി സെക്ടറിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മേഖലകളിൽ ഇവയെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന മേഖലകളായിരുന്നു. അപ്പോൾ ഈ ഒരു 1991 എത്തുമ്പോഴേക്കും ഒരു പുതിയ സാമ്പത്തിക നയരൂപീകരണവുമായി വരുന്നുണ്ട്. ഈ പുതിയ സാമ്പത്തിക നയരൂപീകരണം എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് പങ്കെടുക്കുന്നവരാരായാലും അവർക്കെല്ലാവർക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും നേടാൻ സാധിക്കണം എന്ന തരത്തിലുള്ള പോളിസി. അപ്പോൾ കോമ്പീറ്റിംഗ് ഫെഡറൽ സ്റ്റേറ്റ്സ് ആൾസോ ടെൻഡ് ടു ഓവർലുക്ക് ദ labor rights as they look for private investment. So there are challenges to the success of the politics of economic reforms. The Gandhian values that still command influence among the masses are opposed to market economy as they emphasize on groups than individual interest. Profit making was not appreciated. The opposition of the economic reforms by the new political elite failure to insulate the policy making from the populist politics, the contentious center-state relations, competitiveness among the states are other obstacles. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് 91 ശേഷം നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയിൽ ഒരു ഡെമോക്രറ്റൈസ് ചെയ്യുന്ന തരത്തിലേക്ക് ഡെവലപ്മെൻറ്റിനെ പൊളിറ്റിസൈസ് ചെയ്ത് ഒരു ഗുഡ് ഗവേണൻസ് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചലഞ്ചസ് സക്സസ്സിലേക്ക് എത്തിക്കുവാൻ, എക്കണോമിക് റിഫോംസ് ഉണ്ടാക്കുവാൻ ഒക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഗാന്ധിയൻ വാല്യൂസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഗാന്ധിയുടെ ഐഡിയാസ് ഗ്രാമീണ തലത്തിലെ വികസനം എന്നത് പ്രധാനമായിട്ടും കാർഷിക മേഖലയെ നന്നായിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ അവയൊന്നും തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യം വേണ്ട തരത്തിൽ വികസന പരിപാടികൾ നടപ്പിലാക്കുന്നതിന് അത് വേണ്ടത്ര തോതിൽ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വേണ്ടത്ര തോതിൽ കാര്യമായ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊടുത്തോ എന്നത് ചിന്തിക്കേണ്ടത്. കാരണം മാർക്കറ്റ് എക്കോണമിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി ഒരു വിഭാഗം ആൾക്കാരുടെ താല്പര്യത്തെയാണ് സംരക്ഷിക്കുക എന്നുള്ളത് വരും. അപ്പോൾ ഒരുപക്ഷെ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ളതിനുപരി ഒരു വിഭാഗം ജനതയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ സാമ്പത്തികമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിനെ ഒരുപക്ഷെ പുതിയ രീതിയിൽ വരുന്ന പൊളിറ്റിക്കൽ എലൈറ്റിൽ നിന്ന് ഉയർന്നു വരുന്ന ആൾക്കാർ അവരൊരുപക്ഷെ അതിനെ എതിർക്കാം. അപ്പോഴത് ഒരുപക്ഷെ വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എത്തിയെന്ന് വരില്ല. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, നിലവിലുള്ള രീതിശാസ്ത്രങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷനും പൊളിറ്റിക്കൽ എലൈറ്റിൻ്റെ പുതിയൊരു ആവിർഭാവവും പുതിയ പ്രബുദ്ധതയും പുതിയ രാഷ്ട്രീയ ഉണർവും ഇവയെല്ലാം തന്നെ ശരിയായ രീതിയിൽ വേണ്ടത്ര പ്രാധാന്യം സാമ്പത്തിക വികസനത്തിന് ലഭ്യമായിട്ടുണ്ടോ, സാമ്പത്തിക വികസനത്തിൻ്റെ ദിശാസൂചികളെ ശരിയായ വഴിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ 91 ഓൺവേർഡ്സ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
അപ്പോഴിവിടെ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഡെമോക്രസി പലതരത്തിലുള്ള ചലഞ്ചസിനെയും ഫേസ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുക എന്നുള്ളതാണ്. കാസ്റ്റ് ഐഡൻറ്റിറ്റി, റിലീജിയൻ ഐഡൻറ്റിറ്റി ഇവയെല്ലാം ഡെമോക്രാറ്റിക് ഐഡിയാസും അതിൻ്റേതായ പർപ്പസിനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നിരുന്നാൽ തന്നെ ഇതിനിടയിലൂടെ സോഷ്യൽ റിഫോംസും നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെയൊക്കെ പിൻബലത്തോടുകൂടി കുറേയധികം ഒപ്രസീവായിട്ടുള്ള ആൾക്കാർക്ക്, കാസ്റ്റിൻ്റെ ബേസിലുള്ള ഓപ്രഷൻ, സോഷ്യൽ ഓർഡറിലൊക്കെ പിന്നോക്കം പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. So, notwithstanding the upsurge of the new social movement taking up the issues related to human rights, gender rights, backward classes and minority rights, environment and civil society in India is increasingly becoming the site of intense struggle involving social groups. Then ironically, commitment of cultural rights of minority communities, അതായത് നാമമാത്രമായ ആളുകളുള്ള അവരുടേതായ ജാതി, മതം, അത്തരത്തിലുള്ള ആൾക്കാരുടേതായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന അവരുടെ അവകാശങ്ങൾ, ഈക്വൽ സിറ്റിസൺഷിപ്പ് എന്നുള്ളത്, ഇവയെല്ലാം ഈ ഒരു സിവിൽ കോഡ് റിവീൽ ചെയ്യുന്ന തരത്തിൽ അവിടെ ഡിബേറ്റും കാര്യങ്ങളും എല്ലാം കാര്യമാത്ര പ്രസക്തിയോടുകൂടിയൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. So we can conclude with the economics of liberalization and the politics of empowerment are going in opposite directions. അതാണ് കൺക്ലൂഷൻ. കാരണം എംപവർമെൻറ്റും പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് അതുപോലെ എക്കണോമിക് ലിബറലൈസേഷൻ ഇവയെല്ലാം ഒന്നിച്ച് നേരെ പോവില്ല. മറിച്ചതോ എങ്ങനെ പോവുള്ളൂ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ കോണ്ടംപററി ഇന്നത്തെ സമകാലീന ഇന്ത്യയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം അതിന് സമ്മതവും അതിൻ്റെ താല്പര്യവും ഇന്ത്യൻ സ്റ്റേറ്റിൽ എന്ന രീതിയിൽ ഉണ്ടാകണം. എന്നാലേ ഒരേപോലെ കാര്യങ്ങളെ എല്ലാവർക്കും താല്പര്യം ഒരുപോലെ ഉണ്ടാവണം. സോ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ആസ് ഇൻ ദ പാസ്റ്റ് ടു പ്ലേ എ മീഡിയേറ്റിംഗ് റോൾ ഇൻ സിംപ്ലി നോട്ട് ദെയർ ഇൻ സച്ച് എ സിറ്റുവേഷൻ. കാരണം ഇവിടെ ഇന്ത്യൻ സ്റ്റേറ്റിലെ എല്ലാവർക്കും ഈ ഡെമോക്രാറ്റൈസേഷനും ലിബറലൈസേഷനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എംപവർമെൻറ്റും അത് ഒരേ രീതിയിൽ ചിന്തിക്കുവാനും അതിൻ്റെ ആശയ വിപുലീകരണം എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുകയും അതിന് ആത്മാർത്ഥപരമായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്നും വ്യതിചലിക്കാതെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദെയർ ഈസ് എ ക്രിട്ടിക്കൽ നീഡ് ടു എംഫസൈസ് ദ റോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഇത്തരം സാഹചര്യത്തിൽ ആർക്കാണ് പ്രാധാന്യം? നമ്മുടെ പൗരസമൂഹത്തിന്. ദ റോൾ ഓഫ് ദ സിവിൽ സൊസൈറ്റി, പൗരസമൂഹത്തിൻ്റെ പ്രാധാന്യം. സമൂഹവും സമൂഹത്തിലുള്ള പൗരന്മാരും അവരാണ് ഇവിടെ ഏത് തരത്തിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി. ആ പൗരസമൂഹം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഫോർ ദ പൊളിറ്റിക്സ് ഓഫ് കോമൺ ഗുഡ്സ് ആൻഡ് റൈറ്റ്സ്, കാരണം പൗരസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ ഇതെല്ലാം തന്നെ ഈ പൊളിറ്റിക്സിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പരറ്റീവ് ദാറ്റ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഷുഡ് അഡോപ്റ്റ് എ സ്ട്രാറ്റജി ഓഫ് സെലക്റ്റീവ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇവിടെ ഒരു പുതിയ രീതിശാസ്ത്രം എന്ന് പറയുമ്പോൾ, പുതിയ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് സ്വാഭാവികമായും ചിന്തിക്കേണ്ടത് സെലക്റ്റീവ് ഗ്ലോബലൈസേഷൻ എന്നുള്ള കാര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ക്യാൻ എൻറിച്ച് ദ പ്ലൂറലിസ്റ്റ് ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ആ സെലക്റ്റീവ് ഗ്ലോബലൈസേഷൻ ഉണ്ടെങ്കിൽ അതിനായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ആ സ്വാഭാവികത, അതും ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം, ജാതി, മതം, വേഷം, വർഗം, ഗോത്രം, വർണ്ണം ഇങ്ങനെ വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ രാഷ്ട്രം. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളെ എല്ലാം മാനിച്ച് നമുക്ക് ഏറ്റവും നല്ലത് ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എ സ്ട്രാറ്റജി ഓഫ് സെലക്റ്റീവ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അതാണ് ഇന്ത്യൻ ഡെമോക്രസിക്ക് എൻറിച്ച് ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ 91 ഓൺവേർഡ്സ് എന്നുള്ള ഒരു ഭാഗം. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ് ഇവിടെ തീർന്നു. യൂണിറ്റ് 4 ഈ ഒരു ഭാഗത്തു നിന്ന് കുറേ ഭാഗം ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിരുന്നു ക്ലാസ്സിൽ. അതിനെ തുടർന്നുള്ള ലാസ്റ്റ് പാർട്ടാണ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ MPSനും MSOയ്ക്കും MSO സെക്കൻഡ് ഇയറും MPS ഫസ്റ്റ് ഇയറിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കുക, ക്ലാസ് കേൾക്കാൻ മാത്രം പോരാ, ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.